الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الإخوة الأحباب أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا لا تكونوا كالذين كفروا وقالوا لإخوانهم إذا ضربوا في الأرض أو كانوا غزا لو كانوا عندنا ما ماتوا وما قتلوا ليجعل الله ذلك حسرة في قلوبهم والله يحيي ويميت والله بما تعملون بصير ولئن قتلتم في سبيل الله أو متم لمغفرة من الله ورحمة خير مما يجمعون ولئن متم وقتلتم لإلى الله تحشرون صدق الله العظيم. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സത്യവിശ്വാസവും ആ വിശ്വാസത്തിലുള്ള ദൃഢമായ ബോധ്യവും അത് സാക്ഷാത്കരിക്കുന്ന സൽക്കർമ്മങ്ങളുമാണ് മനുഷ്യന് ജീവിതത്തിൽ ആശ്വാസവും സമാധാനവും ശാന്തിയും വിജയവും നൽകുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. അപ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ആശ്വാസകരമായ നിമിഷങ്ങൾ സമയമുണ്ടാവാൻ സത്യവിശ്വാസം വളരെ അനിവാര്യമാണ് എന്നതാണ് ഖുർആൻ അടിവരയിട്ട് പറയുന്ന സംഗതി. വിശ്വാസം അത് പള്ളിയിൽ പോകുമ്പോഴും അല്ലെങ്കിൽ മതപരമായ ചില പൂജാതി കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ പുസ്തകം എഴുതുമ്പോഴും പ്രസംഗിക്കുമ്പോഴും മാത്രം ഉണ്ടായിരിക്കേണ്ട ഒരു സംഗതിയല്ല. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും എല്ലാ സമയത്തും സത്യവിശ്വാസം ഉള്ളിലുണ്ടായിരിക്കേണ്ടതും വിശ്വാസത്തിന് ഉപോത്ബലകമായ അല്ലെങ്കിൽ വിശ്വാസത്തിനെ സാക്ഷ്യപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാവേണ്ടതുമാണ്. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് ജീവിതത്തിന് ശാന്തിയും സമാധാനവും ഒക്കെ ലഭിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. ഖുർആനിലെ ഈ നിർദ്ദേശം മനസ്സിലാക്കിയിട്ട് പുറമെ ഒരു ലോകത്ത് നോക്കിയാൽ സാധാരണ നിലയിൽ ഒരാളിന് സംശയം തോന്നാം. സത്യവിശ്വാസം തീരെ ഇല്ലാത്ത ആളുകൾ നല്ല നിലയിൽ അടിച്ചു പൊളിച്ചിവിടെ ജീവിക്കുന്നുണ്ടല്ലോ എന്നായിരിക്കും സ്വാഭാവികമായും തോന്നുക. അതൊരു താൽക്കാലികമായ ഒരു അനുഭൂതി ആസ്വാദനം മാത്രമാണ്. അത് കഴിഞ്ഞാൽ
വേദനാജനകമായ നരകത്തിലേക്കുള്ള യാത്രയാണ് എന്ന് ഖുർആൻ എടുത്തു പറയുന്നു. അപ്പോൾ സത്യവിശ്വാസത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ജീവിതത്തെ സംബന്ധിച്ചുള്ള വ്യക്തമായ സത്യമായ കാഴ്ചപ്പാടാണ്. അതായത് ജീവിതം എന്നത് ദുന്യാവിലെ ഹ്രസ്വമായ സമയം കൊണ്ട് അവസാനിക്കുന്ന ഒരു കേസല്ല. വളരെ കുറഞ്ഞ ദുന്യാവും ഒരിക്കലും അവസാനിച്ചു പോകാത്ത പരലോകവും ആഖിറവും ചേർന്നതാണ് ജീവിതം. ആഖിറത്തെ സംബന്ധിച്ച് ആഖിറത്തിൽ ചെന്നതിന് ശേഷം പറഞ്ഞതുകൊണ്ട് പ്രത്യേക പ്രയോജനമൊന്നുമില്ല. അത് ദുന്യാവിലുള്ളപ്പോൾ തന്നെയാണ് പറയേണ്ടത്. ദുന്യാവിൽ ജീവിച്ചിരിക്കുമ്പോഴാണ് ആഖിറത്തിന് വേണ്ടിയുള്ള അമലുകൾ ചെയ്ത് സമ്പാദ്യങ്ങൾ കൂട്ടി അവിടെ വിജയം വരിക്കേണ്ടത് എന്നാണ്. അപ്പോൾ അനന്തമായ ജീവിതത്തിൽ ശാന്തമായ സമാധാനപരമായ അനുഭൂതിപൂർവകമായ ആസ്വാദിദായകമായ ജീവിതം ലഭിക്കുന്നതിന് ദുന്യാവിലെ ജീവിതത്തിൽ കുറച്ച് സമയം വളരെ കരുതലോടുകൂടി സൂക്ഷ്മതയോടുകൂടി ജീവിക്കണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഈ കരുതൽ ഈ സൂക്ഷ്മത നമ്മൾ നടത്തുമ്പോൾ നമ്മുടെ ചില താല്പര്യങ്ങൾ ഹനിക്കേണ്ടി വരും എന്നുള്ളതിലൊരു സംശയമല്ല. കാരണം ഇതൊരു ടെസ്റ്റാണ്, ഒരു പരീക്ഷണമാണ്. ഈ പരീക്ഷണത്തിൽ പരാജയപ്പെട്ടു പോകാതിരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മുറുകെ പിടിച്ച് ജീവിക്കണം. അങ്ങനെ ആരെങ്കിലും വിശ്വാസിയായി ജീവിച്ചാൽ അവന് പിന്നെ പേടിക്കേണ്ടതില്ല എന്ന് വിവരിക്കുന്ന ഒരുപാട് ആയത്തുകൾ ഖുർആനിൽ പല സ്ഥലത്ത് നമുക്ക് കാണാൻ കഴിയും. മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചാൽ, അതായത് പരലോകത്തിലെ ശാശ്വതമായ ജീവിതത്തിലും വിശ്വസിച്ചാൽ, വ അമില സ്വാലിഹൻ, അതിനനുസരിച്ചുള്ള പ്രവർത്തനം അവൻ ചെയ്യുകയും ചെയ്താൽ, ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവന് യാതൊരു തരത്തിലും ഭയപ്പെടേണ്ടതില്ല, പേടിക്കേണ്ടതില്ല എന്നുള്ള വളരെ ആഴത്തിൽ ഇതിനെ വിശദീകരിക്കുന്ന വേറെ ഒരുപാട് ആയത്തുകളുണ്ട്. വമൻ ആമന വഅസ്ലഹ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അതായത് ആരെങ്കിലും സത്യത്തിൽ വിശ്വസിക്കുകയും അതനുസരിച്ച് ജീവിതം നിലപാട് നന്നാക്കി തീർക്കുകയും ചെയ്താൽ അവന് പിന്നെ ദുഃഖിക്കേണ്ടതില്ല, ഭയപ്പെടേണ്ടതില്ല എന്ന് മറ്റൊരു സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായികതു വല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നത്തി അല്ലതീ കുൻതും തുഅദൂൻ നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയ വഫിൽ ആഖിറ വലകും ഫീഹാ മാ തശ്തഹി അൻഫുസുകും വലകും ഫീഹാ മാ തദ്ഉൻ നുസുലൻ മിൻ ഗഫൂറിർ റഹീം. ഞങ്ങൾക്ക് അല്ലാഹുവാണ് ഞങ്ങളുടെ രക്ഷാധികാരി, നാഥൻ, സംരക്ഷകൻ, സൃഷ്ടാവ് എന്ന് പറയുകയും എന്നിട്ട് പ്രായോഗിക ജീവിതത്തിൽ അത് ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന ആളുകളുടെ ഹൃദയങ്ങളിൽ, മനസ്സുകളിൽ മാലാഖമാർ ഇറങ്ങി വന്നിട്ട് അവരോട് പറയും, ഞങ്ങൾ ദുന്യാവിലും ആഖിറത്തിലും നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ രക്ഷാധികാരികളായി നിങ്ങളുടെ കൂടെയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ യാതൊരു തരത്തിലും ഭയക്കേണ്ടതില്ല. നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള സ്വർഗം കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചുകൊള്ളുക. ദുന്യാവിലും ആഖിറത്തിലും ഈ മാലാഖമാരുടെ സഹായവും പിന്തുണയും നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്യും. എന്നിട്ട് രാജതമ്പുരാന്റെ വകയായിട്ട് ഒരു ഉത്തമമായ സൽക്കാരം, ഒരു വിരുന്നും നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്യും. ഇതൊരു യാഥാർത്ഥ്യമാണ്, പുലരാൻ പോകുന്ന ഒരു യാഥാർത്ഥ്യം. ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല, കാണാൻ പോകുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ സത്യവിശ്വാസത്തിൻ്റെ ഉൾക്കാമ്പ് കണ്ടെത്തിയിട്ടുള്ള ദൃഢബോധ്യമാണ്. വിശ്വാസം പലതരത്തിലുണ്ടാവും. ഈ പൊട്ടുവിശ്വാസം എന്ന് പറയും, അതായത് പരമ്പരാഗതമായി മുസ്ലിം സമുദായത്തിൽ ജനിച്ചതുകൊണ്ടുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിശ്വാസം. മുസ്ലിം കുടുംബത്തിൽ ജനിച്ചാൽ അവിടെ സുബഹിസ്കരിക്കലുണ്ടാവും, നോമ്പ് പിടിക്കലുണ്ടാവും, സക്കാത്ത് കൊടുക്കലുണ്ടാവും, ഒരു മാന്യമായ ഒരു മുസ്ലിം കുടുംബമാണെങ്കിൽ. അപ്പോൾ പുതിയ തലമുറയിലെ ആളുകൾ അതൊന്നും ആഴത്തിൽ മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും ഇതിൻ്റെ ഈ ഒഴുക്കിൻ്റെ കൂടെ അവർ ഒഴുകാൻ നിർബന്ധിതരാകും. പക്ഷേ ആഴത്തിനെ സംബന്ധിച്ച് വിവരമൊന്നും ഉണ്ടാവില്ല. അവർ ചെറുപ്പത്തിൽ ഇതൊക്കെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യും. പക്ഷെ പ്രായമായി വളർന്നു വലുതാവുമ്പോൾ, പ്രായോഗിക ജീവിതത്തിൽ വരുമ്പോൾ ഈ പ്രാക്ടീസ് കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവാത്ത നിലയിൽ അവർ ദീനിൽ നിന്ന് അകന്നു പോകുന്നു. പുതിയ തലമുറയെ നമ്മൾ കാണുന്നത് അങ്ങനെയൊക്കെയാണ്. നല്ല കുടുംബത്തിൽ ജനിച്ചാൽ പക്ഷെ ആവശ്യമുള്ള വിദ്യാഭ്യാസം, മദ്രസ വിദ്യാഭ്യാസം, ദീനി വിദ്യാഭ്യാസം കൊടുത്തിട്ടുണ്ടാവില്ല. വാപ്പ നിസ്കരിക്കാനൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. വീട്ടിൽ മറ്റേ മതചടങ്ങുകൾ വരുമ്പോൾ കുട്ടികളെ പങ്കെടുപ്പിക്കുകയും ചെയ്യും. പക്ഷേ അവർ വളർന്ന് വലുതായി വരുമ്പോൾ, അവർ പൗരന്മാരായി സ്വന്തം കാലിൽ നിൽക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ അവരുടെ ഔദ്യോഗികമായ മേഖലകളിൽ പലിശാധിഷ്ഠിതമാണെങ്കിൽ സാരമില്ല, പലിശ വാങ്ങാം.
കമ്പനിയെല്ലാം കള്ളു കുടിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, വല്ലപ്പോഴും ഒക്കെ ഒന്നാവണമെങ്കിൽ കുഴപ്പമില്ല എന്നാണ്. ഇങ്ങനെ ദീനിൻ്റെ മേഖലയിൽ നിന്ന് അവർ ഒഴിഞ്ഞൊഴിഞ്ഞ് പോകും നമുക്ക് കാണാൻ കഴിയും. ഇവിടെയുള്ള പല ആളുകളും ബാംഗ്ലൂരിലും അതുപോലെ അലിഗറിലും ഡൽഹിയിലുമൊക്കെ കുട്ടികളെ പഠിപ്പിക്കാൻ വിട്ടിട്ട് വേദനയോടുകൂടി പല സംഭവങ്ങളും പറയുന്നത് പലപ്പോഴും മനസ്സിലായിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, നേരിട്ട് തന്നെ കേട്ടിട്ടാണ്. കാരണം അവർക്ക് പിന്നീട് ജീവിതത്തിൽ അവർക്ക് ആ സത്യവിശ്വാസത്തിൻ്റെ ഒരു പ്രയോജനം, കാരണം വിജ്ഞാനമില്ലാത്ത വിശ്വാസമുള്ളത്. വിജ്ഞാനമുള്ള വിശ്വാസമേ ആവശ്യത്തിന് ഉപകരിക്കുള്ളൂ, ദൃഢമായ ബോധ്യം ഉണ്ടാകും. ആദ്യം വിജ്ഞാനമാണ്, അല്ലമ ആദമല്ലസ്മാകുള്ള, പിന്നെയാണ് വിശ്വാസം. വിജ്ഞാനത്തിൽ ഊന്നിയ വിശ്വാസം, ആ വിശ്വാസത്തിൻ്റെ ഒരു ദൃഢബോധ്യം, ഈ ദൃഢബോധ്യം പരലോകത്തിൽ ലഭിക്കുന്ന പ്രതിഫലത്തെ സംബന്ധിച്ചായിരിക്കും. അപ്പം നമ്മൾ പല സംഗതികളും പറയാറുണ്ട്. സാധാരണ ഇവിടെ നമ്മൾ പറയുന്നുണ്ട്, ഈ സമൂഹത്തിൽ ഇപ്പോൾ ആധുനിക സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകത ഭൗതികമായ അനുഭൂതികൾ ആസ്വദിക്കുകയാണ്. അതിലേറ്റവും പരമപ്രധാനമായ ഒരു ആസ്വാദനമാണ് എക്സിബിഷനിസം, പ്രദർശനാത്മകത. അതായത് എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നാലാളെ കാണിച്ച് കോളർ പൊക്കി ഇങ്ങനെ നെഞ്ചക്ക തെളിഞ്ഞ് നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭൂതി, ഏതാണ്ട് മദ്യപാനികളുടെ അനുഭൂതിയേക്കാൾ കുറച്ചുകൂടി ഉയർന്ന ലെവലിലുള്ള അനുഭൂതി എന്നാണ് ശാസ്ത്രകാരന്മാർ അതിനെ സംബന്ധിച്ച് നിരീക്ഷണം നടത്തി പറയുന്നത്. കാരണം ഈ പൊങ്ങച്ചം എന്ന് പറയുന്നത് ഒരു തരം അനുഭൂതിയാണ്. ആ അനുഭൂതി മറ്റുള്ളവർ എന്നെ അങ്ങനെ കണക്കാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു കോളനിയിൽ ഞാൻ താമസിക്കുകയാണെങ്കിൽ ആ കോളനിയിലുള്ള ആളുകളെ എല്ലാവരും എന്നെ അംഗീകരിക്കണം, ബഹുമാനിക്കണം, ആദരിക്കണം. അതിന് കിട്ടുന്ന ചാൻസ് എല്ലാം ഉപയോഗിക്കുന്നു. എൻ്റെ മകളുടെ കല്യാണം നടക്കുകയാണെങ്കിൽ കോളനിയുടെ മുഴുവനും അപ്പുറത്തുള്ള മുഴുവനും ആളുകളെ എല്ലാം വിളിച്ചിട്ട് വമ്പിച്ച വിഭവസമൃദ്ധമായ സദ്യ, വലിയ സദ്യ, അതാണ് ഇന്നത്തെ ഒരു ഫാഷൻ. ആ സദ്യയിൽ 35, 45, 50 ഇനം സാധനങ്ങൾ വിളമ്പുക എന്നുള്ള, അതായത് ആർഭാടം കാണിച്ചിട്ട് അത് ഒരു ആനന്ദമായി കൊണ്ട് നടക്കുന്ന ഒരു പ്രത്യേകതരം അനുഭൂതി ആധുനിക ലോകത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അറിഞ്ഞും അറിയാതെയും നമ്മളൊക്കെ അരിപ്പപ്പെടുന്നു. പള്ളിയിൽ വരികയും നിസ്കരിക്കുകയും നോമ്പുടിക്കുകയും ആർഭാടത്തിനെതിരായിട്ട് ഒരുപാട് വാളും കുത്തുബയൊക്കെ കേൾക്കുകയും ചെയ്താലും മോളെ കല്യാണം വരുമ്പോൾ ഈ 45 വിഭവം 55 വിഭവങ്ങൾ നമ്മളെ കാര്യത്തിൽ ഈ കാക്കാക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. നമ്മൾ ഓരോരുത്തരാലോചിക്കണം. ഓരോരുത്തരും അവനവനെ തന്നെ സ്വയം ഒന്ന് വിലയിരുത്തി വയ്ക്കാൻ മതിയാണ്. കാരണം അത്തരത്തിലും രോഗമായി മാറിയിരിക്കണം. ആധുനികതയുടെ ഒരു പ്രത്യേകതരം രോഗമാണ് പൊങ്ങച്ചു കാണി. എന്നിട്ട് സാധനങ്ങൾ ബാക്കിയായ കുഴിച്ചിടുന്ന ഒരു പുതിയ ഫാഷനാണ്. കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിൽ വന്നു, അന്നാളുടെ മോളെ കല്യാണത്തിന് സാധനം കുഴിച്ചിടാൻ 10 അടി നീളമുള്ള കുഴി എടുത്തണം. അപ്പം എൻ്റെ മോളെ കല്യാണത്തിന് 15 അടി നീളമുള്ള കുഴിയെടുക്കണം എന്നാണ് കാർട്ടൂണിൽ കണ്ടത്. അപ്പൊ സാധനങ്ങൾ കുഴിച്ചിടുന്നതിന്, ബാക്കിയുള്ള സാധനങ്ങൾ കുഴിച്ചിടുന്നതിന് എത്ര അടി നീളം വേണമെന്ന് മത്സരിക്കുന്ന തരത്തിൽ വൃത്തിഹീനമായിരിക്കുന്നു യഥാർത്ഥത്തിൽ ഈ ഒരു ആർഭാടത്തിന്റെ, ആഡംബരത്തിന്റെ, ഈ പ്രേമത്തിന്റെ ഈ രോഗം എന്നുള്ളതാണ്. എന്തെല്ലാം പറഞ്ഞാലും പക്ഷെ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ സത്യവിശ്വാസമൊക്കെ ഉണ്ട്, പക്ഷേ ഈ വിശ്വാസം നമ്മുടെ ജീവിതത്തെ മാറ്റുന്നില്ലെന്നാണ്. കാരണം അതിനെ സംബന്ധിച്ച ആധികാരികമായ വിജ്ഞാനമോ ദൃഢബോധ്യമോ ഇല്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ഓരോ ചലനവും അല്ലാഹു സുബ്ഹാനഹു വ തആല കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, രേഖപ്പെടുത്തുന്നുണ്ട്, സവാബ് കിട്ടുന്നതാണ്. നാളെ ഞാനെങ്ങാനും പരലോകത്ത് അള്ളാന്റെ മുന്നിൽ പിടിക്കപ്പെട്ടാൽ എന്താണ് ചെയ്യുക എന്ന് കൊടല് വിറയ്ക്കുന്ന, ബേജാറാവുന്ന ഒരുത്തന് ഇതൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പൊ വിശ്വാസം പ്രഖ്യാപനത്തിനപ്പുറം പ്രായോഗിക ജീവിതത്തിൽ സ്വാധീനം ചെലുത്താതെ വരുമ്പോൾ എല്ലാത്തരം രോഗങ്ങളും സംശയങ്ങളും ഉണ്ടാവും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. അപ്പൊ വിശ്വാസം ആശ്വാസമാകുന്നത് എപ്പോഴാ? യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ശരിയായ ബോധം ഉണ്ടാവും. അള്ളാഹുവാണ് സൃഷ്ടാവ്, അവനാണ് ഉടമസ്ഥൻ, അവനാണ് നാഥൻ, അവനാണ് സംരക്ഷകൻ, അവൻ സൂക്ഷ്മജ്ഞാനിയാണ്, അവൻ നീതിബോധമുള്ളവനാണ്, ശരിയായ നിലയിൽ കാര്യങ്ങൾ വിലയിരുത്തുകയും അതുപോലെ തന്നെ ശിക്ഷിക്കുകയും ചെയ്യും. അവനോട് മാപ്പപേക്ഷിച്ചാൽ അവൻ പുറത്തു തരും. അവനല്ലാതെ മറ്റൊരു ഇലാഹിന്റെ മുന്നിൽ എനിക്ക് ചെന്ന് നിൽക്കാനില്ല. അവന്റെ നിർദ്ദേശങ്ങൾക്കല്ലാതെ ഞാൻ കീഴ്പ്പെട്ടുകൂടാ. അവനാണ് എന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. തിരിച്ച് ഞാൻ ഇവിടെ നിന്ന് പോയേ പറ്റൂ. അതൊരു യാഥാർത്ഥ്യമാണ്. എന്റെ വാപ്പ പോയിട്ടുണ്ട്, ഉപ്പാപ്പമാരെ പോയിട്ടുണ്ട്. നാട്ടിൽ ദൈനംദിനം ആളുകൾ ഇങ്ങനെ സ്വന്തൂക്കിൽ കയറി, അതായത് കബറിടങ്ങളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. കുല്ലുബിനും യൗമൻ അലാ ആലത്തിൻ അദ്ബാഉ മഹ്മൂലൂൻ. ഒരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ ചെന്ന് ബാനസ്വാദം എന്ന് പറഞ്ഞ കവിത പാടുമ്പോൾ കഅബ ബിൻ സുഹൈർ പാടിയ ഒരു വാക്കാണ്. സ്ത്രീ പെറ്റ സന്താനം എത്ര സുദീർഘമായ ജീവിതം നയിച്ചാലും ഒരു ദിവസം അവനെ ഒരു ഉപകരണത്തിന്റെ മേൽ ചുമക്കപ്പെടും എന്നുള്ളതാണ്.
അതായത് 2 കാലിലാണ് നമ്മൾ പള്ളിയിലേക്ക് വരുന്നത്. പക്ഷേ 8 കാലിൽ 4 സ്ഥലത്തുള്ള 8 കാലിൽ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു രംഗമുണ്ടാവും. നമ്മൾ നടന്നു പോകില്ല, കൊണ്ടുപോകും. നമ്മളെ കാല് ഉപയോഗിച്ച് പള്ളിയിലേക്കും പള്ളിക്കാട്ടിലേക്കും പോകാൻ പറ്റില്ല, എടുത്ത് പള്ളിയിൽ കൊണ്ടുവച്ച് അങ്ങനെ ഒരു രംഗമുണ്ട്. അത് കഴിഞ്ഞാൽ ഞാൻ അള്ളാഹുവിന്റെ മുന്നിലേക്ക് ഹാജരാക്കപ്പെടുമ്പോൾ ഇവിടെ എനിക്ക് നൽകപ്പെട്ടിട്ടുള്ള എല്ലാ സംഗതികളെക്കുറിച്ചും വ്യക്തമായും ഉത്തരം നൽകേണ്ടി വരും എന്ന ദൃഢബോധ്യം ഉള്ളിലുണ്ടാവുമ്പോഴാണ് സത്യവിശ്വാസം പ്രായോഗിക ജീവിതത്തിൽ പ്രവർത്തനമാകുന്നത്. ആർഭാടത്തിനെതിരെ, സ്ത്രീധനത്തിനെതിരെ എത്ര പ്രചണ്ഡമായ പ്രചരണങ്ങളും വാളും പ്രസംഗവും ഒത്തുബയൊക്കെ സംഘടിപ്പിച്ചാലും വ്യക്തിയുടെ മനസ്സിൽ ഈമാൻ ദൃഢമാകാത്തിടത്തോളം കാലം ഇത് സമ്പൂർണ്ണമായി നടപ്പാവുന്നില്ല. എന്ന് പറഞ്ഞ് ഈ പരിപാടി നടത്തണ്ടെന്നല്ല പറയണം, അതൊക്കെ നടത്തണം. ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ച് പറയുമ്പോൾ അത് സത്യവിശ്വാസിക്ക് പ്രയോജനം ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. വദക്കിർ ഇന്ന ഫഅതി ദിക്റ ഇന്ന ഫഅതി ദിക്റ ഫദക്കിർ ഇന്ന ഫഅതി ദിക്റ ഫദക്കിർ, അതായത് ഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ. യു കൗൺസിൽ, ശരിക്കും പറഞ്ഞാൽ കൗൺസിലിംഗ് നടത്താനാണ്. അതായത് ഓർമ്മപ്പെടുത്തുക, ഉപദേശിച്ചുകൊണ്ടേയിരിക്കുക നിരന്തരമായി. ആര് കേൾക്കുന്നു കേൾക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് പ്രബോധകന്റെ ഒരു പണിയല്ല. അതിങ്ങനെ നിരന്തരമായി പറഞ്ഞുകൊണ്ടേയിരിക്കുക. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ സന്മനസ്സുകൾക്ക് അതൊന്ന് കൊള്ളും. അങ്ങനെ അവിടെ മാറ്റം വരും, കുടുംബങ്ങളിൽ മാറ്റം വരും, സമൂഹത്തിൽ മാറ്റം വരും. അങ്ങനെ മാറ്റം വന്നേ പറ്റുള്ളൂ എന്നുള്ളതാണ് അള്ളാഹുവിന്റെ റസൂല് നമ്മളെ പഠിപ്പിക്കുന്നതെന്നുള്ളതാണ്. ഈ മാറ്റം വരാത്ത മനസ്സുകളുണ്ടല്ലോ, സംശയാലുക്കളായിരിക്കും. പലപ്പോഴും പലതരത്തിൽ സംശയാലുക്കൾ, സന്ദേഹവാദികൾ. ഈ സന്ദേഹവാദികൾ ഇവിടെ മാത്രമല്ല, പ്രായോഗിക ജീവിതത്തിൽ സന്ദേഹവാദികൾ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ, പ്രതിസന്ധികൾ ഉണ്ടാവുമ്പോൾ പലപ്പോഴും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത തരത്തിൽ തന്നെ പെരുമാറിക്കളയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്നുള്ള ഒരു ഏടെടുത്ത് കാണിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാം. ഏറ്റവും ആപൽക്കരമായ ഒരു സന്ധിയിൽ, ആ ഒരു സന്ധിയെ എടുത്തു കാണിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ചില ആളുകൾക്ക് നല്ല ഉറക്കാണ്, അത് വീട്ടിൽ പോയി ഉറങ്ങാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഈ ആപൽ സന്ധികളില് യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെടുത്ത് കാണിക്കുന്ന ഒരു ചിത്രം എങ്ങനെയാണ് ആപൽ സന്ധികളിൽ സന്ദേഹമുള്ളവർ, ദൃഢബോധ്യമില്ലാത്ത ആളുകൾ പെരുമാറുന്നത് എന്നുള്ളത്. വഹദ് നമുക്കറിയുന്ന കേസാണ്. ബദറിൽ തോറ്റ ഖുറൈശികൾ വർദ്ധിതമായ പ്രതികാരദാഹത്തോടെ വീര്യത്തോടെ വഹദിലേക്ക് വന്നു. വിവരം അറിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമും സംഘവും വഹദിലെത്തി. അതിനു മുമ്പ് ഒരുപാട് സംഭവങ്ങളുണ്ട്. ആ വഹദ് സംഭവം വിശദീകരിക്കലല്ല, അതുകൊണ്ട് ആ വിശദാംശങ്ങളിലേക്ക് പോകണം. അവർ വഹദിലെത്തി. വഹദിന്റെ ആ താഴ്വരയിൽ കുന്നിന്റെ ഭാഗത്ത് ഒരു കുറഞ്ഞ ഇടം, ഒരു ചെറിയ കുന്നുണ്ട്. വലിയ മലയുടെ അറ്റത്ത് ഒരു ചെറിയ കുന്നുണ്ട്. ആ ചെറിയ കുന്ന് ഏതാണ്ട് ഒരു മല ഇടുക്ക് പോലെയാണ്. അപ്പോ ഈ 2 സൈന്യത്തിന്റെ ഇടയിലുള്ള ഈ സ്ഥലത്ത് അവിടെ വിടവുണ്ടായാൽ അതുവഴി ആക്രമിച്ചേക്കാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 50 ആളുകളെ അവിടെ നിർത്തി. എന്നിട്ട് സൈന്യത്തെ ഇപ്പുറത്ത് സംഘടിപ്പിച്ചു, മറ്റവരുമായിട്ട് മുഖാമുഖം കണ്ടു. അപ്പൊ പിന്നിലൂടെ വന്ന് യുദ്ധം ചെയ്ത് കളയാതിരിക്കാൻ വേണ്ടി 50 ആളുകൾ അവിടെ നിർത്തിയിട്ട് അവരോട് പറഞ്ഞു, ഏതൊരു കാരണവശാലും ഞാൻ പറയുന്നത് വരെ നിങ്ങൾ ഈ സ്ഥലം വിട്ടുപോകരുത്. ഒരു റിപ്പോർട്ടിൽ പറയുന്നു, ഞങ്ങൾ തോറ്റ് മരിച്ച് വീണ് ഞങ്ങളുടെ ശരീരം കഴുകൻ കൊത്തിക്കൊണ്ടുപോകുന്നത് കണ്ടാൽ പോലും നിങ്ങൾ ഈ സ്ഥാനത്തുനിന്ന് മാറരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു എന്നാണ്. എന്തായാലും വളരെ ശക്തമായ താക്കീത് നൽകിയിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കിക്കൊണ്ടു. അപ്പോൾ അവിടെ നിർത്തിയിട്ട് യുദ്ധം ആരംഭിച്ചു. ആദ്യ പാദത്തിൽ മുസ്ലിങ്ങളുടെ വളരെ ശക്തമായ ആക്രമണത്തിൽ ഒരുപാട് ആളുകൾ, മറ്റാളുകൾ മരിച്ചു, ഖുറൈശികൾ മരിച്ചു. യുദ്ധം വളരെ വിജയത്തിന്റെ അടുത്തേക്ക് അങ്ങനെ നീങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ആ മലയുടെ അപ്പുറത്തൊരു 3-4 പെണ്ണുങ്ങൾ വന്നിട്ട് അവർ വിളിച്ചു ഗനീമത്ത് 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 എന്ന് വിളിച്ചു കൂവി. അതായത് സമരാർജിത സമ്പത്ത്. അപ്പൊ ഖുറൈശികൾ ഓടുന്നതും മുസ്ലിങ്ങൾ ആ സമരാർജിത സമ്പത്ത്, അതായത് ഗനീമത്ത്, അവർ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ യുദ്ധമുതലുകൾ വാരിക്കൂട്ടുന്നതും ഈ ഇവിടെ നിൽക്കുന്ന ആളുകൾ കണ്ടപ്പോൾ അവർ പറഞ്ഞു, ആള് യുദ്ധം ജയിച്ചിരിക്കുന്നു, അവരെല്ലാം ഓടിയിരിക്കുന്നു, നമുക്ക് ആ സാധനങ്ങളെല്ലാം പിടിച്ച് അവർ വാരിക്കുന്നു, നമുക്കും വരാം. അപ്പോൾ അവിടെയുള്ള അബ്ദുല്ലാഹ് ഇബ്നു ജുബൈർ ആയിരുന്ന അവരുടെ നേതാവ്, അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് അനങ്ങാൻ പാടില്ല, അത് ഗനീമത്ത് സ്വത്ത് നമുക്ക് കിട്ടാനുള്ള കിട്ടിക്കോളും, അതെല്ലാം നമുക്ക് പോയി വരണമെന്ന് പറഞ്ഞ് ആളുകൾ തർക്കമായിട്ട് വളരെ അംഗീപരിമിതരായ ചില ആളുകൾ ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം അവിടെ നിന്ന് ഓടി. വഹദ് മലയുടെ അപ്പുറത്ത് ഖാലിദ് ബിൻ വലീദ് എന്ന മറുവശത്താണ്. അദ്ദേഹം അവിടെ നിന്ന് ഇത് കാണുന്നുണ്ട്. അദ്ദേഹം അവിടെ നിന്ന് കണ്ടിട്ട് നേരെ പിന്നാലെ വന്നിട്ട് യുദ്ധം ചെയ്തു. വന്നിട്ട് ഇവർ അമ്പ് ചെയ്യാനുള്ള 3-4 ആളുകളുടെ അമ്പൊന്നും
അവിടെ വേശിയില്ല. ഖാലിദ് ബിൻ വലീദ് എല്ലാം അടിച്ച് തകർത്ത് 70 ആളുകളോളം ആ ഭാഗത്തു നിന്നും അതുപോലെ ഷഹീദായി. എല്ലാം തരിപ്പണമായി, ആകെ ഛിന്ന ഭിന്നമായി. ഓരോരുത്തരും ഓടാൻ തുടങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചുപോയി എന്ന ഒരു കിംവദന്തിയും വരുന്നു. മുസ്ലിങ്ങൾ ഏതുവരെ പറഞ്ഞു എന്നാണ് ഭയങ്കര അത്ഭുതകരമായ ചരിത്രം രേഖപ്പെടുത്തുന്നത്. നമുക്ക് മുനാഫിക്കുകളുടെ നേതാവായ അബ്ദുല്ലാഹി ബിൻ സുലൂലും ഉബയ്യ് ബിൻ സുലൂൽ എന്ന് പറഞ്ഞ വഹദിൽ നബിയുടെ കൂടെ വന്നിട്ട് പിന്തിരിഞ്ഞ് മാറിക്കളഞ്ഞ ഒരു വിഭാഗം, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം മാറിക്കളഞ്ഞു. നമുക്ക് അദ്ദേഹത്തെ പോയി കണ്ടിട്ട് അബൂ സുഫിയാനോട്, മക്കയുടെ മുശ്രിക്കുകളുടെ നേതാവായ അബൂ സുഫിയാനോട് അഭയം തേടാം. എത്രയോ കൊല്ലം ദീനുൽ ഇസ്ലാമിൽ നിന്നതിന് ശേഷം പറയാ, ഒരു യുദ്ധത്തിൽ ലേശം ഒരു പരാജയം ഉണ്ടായപ്പോൾ നമുക്ക് അഭയം തേടാം. കുറെ ആളുകൾ വഹദ് മലയിലേക്ക് കയറി, കുറെ ആളുകൾ മദീനയിലേക്ക് തിരിച്ചോടി. പെണ്ണുങ്ങൾ അവരെ കളിയാക്കി. താഴ്വരയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതാണ്ട് കുറഞ്ഞ 12 ആളുകളും, അതായത് 1000 പേര് പോയതിൽ 300 പേര് ഒഴിച്ച് 700 ആളുകളുണ്ടായിരുന്നു. 700 ആളുകൾ 5-8 ആളുകൾ ആദ്യം മരിച്ചു. ബാക്കിയുള്ള 12 ആളുകൾ അബൂബക്കർ, ഉസ്മാൻ, അലി, ഉമറില്ലായിരുന്നു എന്നുള്ളതാണ്. അബൂബക്കറില്ലായിരുന്നു എന്നാണ്. അലി റളിയല്ലാഹു അൻഹു ഉള്ളതായിട്ടാണ് ചരിത്രം ചെയ്യപ്പെടുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു പോലും നിസ്സഹായനായി പകുതി വഴിയിൽ ഇരുന്ന് പോയി എന്നുള്ളത്. ഉമർ ഓടിയിരുന്നില്ല, അവിടെ ഇന്ന് റസൂൽ മരിച്ചെങ്കിൽ എന്തെങ്കിലും യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞ് അവിടെ ഇരുന്നു പോയി. ഇപ്പോൾ സഅദ് ബിൻ മുആദ് പറഞ്ഞു, ഉമർ നീയും കൂടെ പോയി മരിച്ചാളാ എന്ന് പറഞ്ഞിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനെ വരട്ടെയാണ് ചെയ്തത് എന്ന് ചരിത്രം രേഖപ്പെടുന്നത്. ചുരുക്കി പറഞ്ഞാൽ അവർ പറഞ്ഞ്, നമ്മൾക്ക് ഈ മുഹമ്മദ് ശരിക്കും അള്ളാഹുവിന്റെ റസൂൽ തന്നെയാണോ? സത്യവിശ്വാസികളായിട്ട് നടക്കുന്ന ആളുകളെ, റസൂലിന്റെ കൂടെ നടന്ന ആളുകൾ, നമ്മളെ കാര്യം പറയണ്ടല്ലോ, റസൂലിന്റെ കൂടെ നടന്ന ആളുകൾ മുഹമ്മദ് ശരിക്കും അള്ളാഹുവിന്റെ റസൂലിനെ, അള്ളാഹ് വാഗ്ദാനം ചെയ്ത കാര്യം നമ്മൾക്ക് ലഭ്യമായിരുന്നെങ്കിൽ, സഹായം ലഭ്യമായിരുന്നെങ്കിൽ നമ്മളിങ്ങനെ കൊല്ലപ്പെടുകയില്ലായിരുന്നു. നമുക്കിങ്ങനെ അള്ളാഹുവിന്റെ റസൂലാണെങ്കിൽ സഹായത്വമായിരുന്നു. അപ്പൊ ബദറിൽ ഒരുപാട് സഹായിച്ചത് ഉണ്ടല്ലോ, അപ്പോൾ ഇത് എത്തുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ തീരുമാനിക്കുന്നിടത്ത് നമുക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ തീരുമാനിച്ചതനുസരിച്ച് നടക്കുമായിരുന്നു. എങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഗതികൾ. കാഫറാവാൻ തീരുമാനിച്ചു ചിലരൊക്കെ, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ തീരുമാനിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. അള്ളാഹു തആല തന്നെ അങ്ങനെ പറയുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല മറുപടി പറയും, വലഖദ് സദഖകുമുല്ലാഹു വഅദഹു, അള്ളാഹു നിങ്ങളെ സഹായിക്കുമെന്ന ഒരു വാഗ്ദാനം ഉണ്ടായിരുന്നല്ലോ, അത് അള്ളാഹ് ചെയ്തിട്ടുണ്ട്. ഇദാ തഹസ്സുഹും ബിഇദ്നിഹി, ആദ്യ പാദത്തിൽ നിങ്ങൾ അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി അവരെ വെട്ടിയരിഞ്ഞ് തുരത്തുകയായിരുന്നല്ലോ. ഹത്താ ഇദാ ഫസൽതും വതനാസഅതും, പിന്നെ നിങ്ങൾ ദൗർബല്യം കാണിച്ചു. വതനാസഅതും, കാര്യങ്ങളിൽ നിങ്ങൾ തർക്കിച്ചു. ഫിൽ അംർ വഅസൈതും, നിങ്ങളുടെ നേതാവിനെ നിങ്ങൾ ധിക്കരിച്ചു. മിൻ ബഅദി മാ അറാക്കും മാ തുഹിബ്ബൂന, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വിജയം ആദ്യം കാണിച്ചു തന്നപ്പോ ഭൂമിയിലെ ഭൗതിക മുതലുകൾ എടുക്കാൻ വേണ്ടി നിങ്ങളുടെ മാന്യനായ നേതാവിനെ ധിക്കരിച്ചുകൊണ്ട് അവിടെ നിന്ന് നിങ്ങൾ കുഴപ്പമുണ്ടാക്കി, നിങ്ങൾ തങ്ങളിൽ അടികൂടി. അന്നേരം നാം നിങ്ങൾക്ക് വെച്ചു തന്നതാണ് മിങ്കും മൻ യുരീദു ദുനിയ വമിങ്കും മൻ യുരീദുൽ ആഖിറ, ആഖിറത്തെ ഉദ്ദേശിക്കുന്ന ആളുകളുണ്ട്, ദുനിയാവിനെ ഉദ്ദേശിക്കുന്ന ആളുകളുണ്ട്. ദുനിയാവിനെ ഉദ്ദേശിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആജ്ഞകളെ ധിക്കരിച്ചുകൊണ്ട് പ്രവർത്തിച്ചത് കൊണ്ട് അതായത് ശത്രുക്കളുടെ നേരെയുള്ള നിങ്ങളുടെ ശ്രദ്ധ അതിലേക്ക് തിരിച്ചു. നാം തിരിച്ചു എന്ന് പറയാ. നിങ്ങളുടെ ഉള്ളിൽ പണമോഹം, നിങ്ങളുടെ ഉള്ളിൽ ഭൗതികമോഹം, നിങ്ങളുടെ ഉള്ളിൽ സമരാർജിത സമ്പത്ത് വാരിക്കൂട്ടാനുള്ള മോഹം ഉണ്ടായപ്പോ അള്ളാഹനെ വിട്ട് നിങ്ങൾ ദുനിയാവിലേക്ക് തിരിഞ്ഞപ്പോ നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ച ഒരു കഠിനമായ പരീക്ഷണമാണ്. ആ പരീക്ഷണം എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അഫാൻകും വലഖദ് അഫാൻകും, എന്നിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പുറത്തു തന്നു. നിങ്ങളെ നിശേഷം നശിപ്പിച്ചു കളയാൻ വേണ്ടി കഴിയുമായിരുന്നു. ഖാലിദ് ബിൻ വലീദ് നേരെ കുറച്ചുകൂടെ മുന്നോട്ട് വന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും റസൂലിനെ തേടിപ്പിടിച്ച് വെട്ടിക്കളയാൻ വേണ്ടിയായിരുന്നു അതേ നടന്നത്. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് റസൂലിനെ കാണിച്ചു കൊടുത്തിട്ടില്ല, അതുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ. എന്നിട്ട് അവർ പിറ്റേന്നും യുദ്ധം ചെയ്യാൻ വന്നപ്പോൾ വേറൊരു യാത്രക്കാരൻ വൻപിച്ച ഒരു പുതിയ സൈന്യവുമായിട്ട് പ്രവാചകൻ മദീനയിൽ നിന്ന് പുതിയ ആളുകളുമായിട്ട് വന്നിരിക്കുന്നു എന്ന് വേറൊരാള്, ഒരു വഴിയാത്രക്കാരൻ പറഞ്ഞത് വിശ്വസിച്ചു. അങ്ങനെ അവർ പിന്തിരിഞ്ഞു പോയി. അവനെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ച, അവരെ വിശ്വസിപ്പിച്ച തന്ത്രം അള്ളാഹുവിൻ്റെതായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. അങ്ങനെ ഈ ഒരു സമയം വന്നപ്പോ, ജീവിതത്തിന്റെ ഈ പ്രയാസത്തിന്റെ സമയം വന്നപ്പോ, വേദനയുടെ സമയം വന്നപ്പോ, സത്യവിശ്വാസികളായ ആളുകള് എന്ന് പറഞ്ഞു നടന്ന ആളുകള് അവര് പറഞ്ഞതെന്നറിയോ, നിങ്ങള് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ മരിക്കൂല എന്ന് പറഞ്ഞു. അതെടുത്തു വെച്ചിട്ട് ഒരു തത്വം പഠിപ്പിക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ലാ തകൂനു കല്ലദീന കഫറു, നിങ്ങൾ സത്യനിഷേധികൾ സംസാരിക്കുമ്പോൾ ഒരു കാലത്തും സംസാരിക്കരുത്. ഖാലൂ ലി ഇഖ്വാനിഹിം ഇദാ ളറബൂ ഫിൽ അർളി ഔ കാനൂ ഗുസ്സ,
അതായത് അവരുടെ സത്യനിഷേധികൾ പറയുന്നത് ഇങ്ങനെയാണ്, അവരുടെ ബന്ധുക്കൾ യാത്രയിലോ, അതായത് ജീവസന്ധാരണത്തിനോ ജോലി ആവശ്യാർത്ഥമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം ലറബു ഫിൽ അർള് എന്നാണ്, രണ്ട് കാര്യം എടുത്ത് പറയുന്നുണ്ട്. അതായത് ജീവിതാവശ്യാർത്ഥം അല്ലെങ്കിൽ പണം സമ്പാദിക്കാൻ വേണ്ടി അല്ലെങ്കിൽ വിജ്ഞാനം ശേഖരിക്കാൻ വേണ്ടി ഹലാലായ ഏത് യാത്രയിലും ഏത് രീതിയിലും ഭൂമിയിൽ വ്യാപരിച്ച് നടക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും അപകടവും ആപത്തോ ഒക്കെ സംഭവിച്ചാൽ അവർ പറയുന്നതാണ് ലൗകാനു ഇൻദനാ മാ മാതു വമാ ഖുതിലു, അവർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ മരിക്കൂലായിരുന്നു എന്ന് പറയും. നമ്മൾ സാധാരണ നിലയിൽ പറയണം. അവൻ അങ്ങനെ രാവിലെ സുബൈക്ക് തന്നെ ഇറങ്ങി പോയില്ലായിരുന്നെങ്കിൽ അവൻ ആ ആക്സിഡന്റിൽ പെടുമായിരുന്നില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. ഓരോന്ന് ആലോചിക്കണം. ഓരോരുത്തരും അവൻ അവിടെ പോയത് കൊണ്ടാണ് അത് പറ്റിപ്പോയത്, അവൻ അവിടെ പോയത് കൊണ്ടാണ് അത് അങ്ങനായത്, അങ്ങനെ ചാടിയത് കൊണ്ടാണ് കല്ലിങ്ങിന്റെ ഉള്ളിലേക്ക് അങ്ങ് വീണുപോയത് എന്നൊക്കെ മരണത്തെക്കുറിച്ചും ജീവിതത്തിന്റെ ഗതിവിഗതികളെ കുറിച്ചും ഒക്കെ നിങ്ങൾ വിചാരിച്ചു നടക്കുന്നു. ഒരിക്കലും അങ്ങനെ നിങ്ങൾ പറയണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചത് മാത്രമേ നടക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളൊന്നും ചെയ്യണ്ടെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ദിശാബോധം ഉണ്ടാവണം. നിങ്ങളുടെ ജീവിതം എന്നത് മരണം കൊണ്ട് അവസാനിക്കുന്ന സംഗതിയല്ല. മരണത്തെ സത്യവിശ്വാസികൾ ഭയക്കേണ്ടതില്ല. മരണം പേടിച്ച് ഒന്നും ചെയ്യാതിരിക്കേണ്ടതുമില്ല. രോഗവും മരണവും ഒക്കെ ഈ ദുന്യാവിന്റെ പ്രവർത്തനങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു ആക്കം കൂട്ടാനുള്ള പരീക്ഷണങ്ങളായി അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്കുള്ളത് പരലോകമാണ്, പ്രതിഫലമാണ്. അങ്ങനെ പോയാൽ യജഅലല്ലാഹു ദാലിക ഹസറതൻ ഫീ ഖുലൂബി, അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള വിചാരിക്കുന്ന ആളുകൾ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ മരണം, അപ്പൊ മോൻ പോയി സ്കൂട്ടർ ആക്സിഡന്റ് മരിച്ചുപോയി, അവൻ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ മരിക്കൂല എന്നാണ് അവൻ വിചാരിക്കുന്നതെങ്കിൽ അവൻ അതൊരു ദുഃഖകാരണമായി, താങ്ങാനാവാത്ത ദുഃഖഭാരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചുകൊടുക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. നമ്മളെ വീട്ടിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായ ദുഃഖം ഉണ്ടാവാം, കുറഞ്ഞ ദുഃഖം ഉണ്ടാവാം. ഈ രണ്ടും തീരുമാനിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല. നമ്മളെ അതിനോടുള്ള സമീപനം എങ്ങനെയാണ്? നമുക്ക് സമ്പത്ത് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ, സന്താനങ്ങൾ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ, ജീവിതത്തിന്റെ എന്തെങ്കിലും കച്ചവടം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ, സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ, ഇതൊക്കെ അല്ലാഹു തന്നു, അല്ലാഹു തആല എടുത്തു കളഞ്ഞു. അലല്ലാഹി തവക്കൽ, ഞാൻ അല്ലാഹിലേക്ക് തിരിയുന്നു എന്ന് പറഞ്ഞ് തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്ത് അല്ലാഹുവിനോട് കൂടുതൽ വണക്കത്തോടുകൂടി നന്മ ചോദിച്ചുകൊണ്ടിരിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ആ പ്രയാസങ്ങളൊക്കെ ലഘൂകരിച്ച് കളയും. ആ പ്രയാസങ്ങളൊക്കെ വളരെ എളുപ്പമാക്കി തരികയും ചെയ്യും. അതല്ലെങ്കിൽ ആ പ്രയാസങ്ങൾ വളരെ വേദനാജനകമായ പ്രയാസങ്ങളായി മാറ്റുന്നത് നമ്മൾ ആലോചിച്ചാൽ മനസ്സിലാവും. അല്ലാഹുവിലേക്ക് എപ്പോഴാണ് ഏൽപ്പിക്കാൻ തയ്യാറുള്ളത്? ജീവിതത്തിന്റെ മേഖലയിൽ ഒരുപാട് പ്രതിസന്ധികൾ വരും, ശത്രുക്കളുടെ ഒരുപാട് ആരോപണങ്ങൾ വരും, അതുപോലെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അല്ലാഹുവിലേക്ക് തിരിഞ്ഞു നിന്ന് നമുക്ക് അല്ലാഹുവിനോട് പറയാൻ പര്യാപ്തമായ ശുദ്ധമായ മനസ്സ് സൂക്ഷിച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് നടന്നെടുക്കുന്ന സത്യവിശ്വാസിക്കാണ് ആശ്വാസം അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്യുന്നത്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. വലയിൻ ഖുതിൽതും ഫീ സബീലില്ലാഹി ഔ മുത്തും ലമഗ്ഫിറത്തും മിനല്ലാഹി വറഹ്മ ഖൈറും മിമ്മാ യജ്മഊൻ. അല്ലാഹുവിന്റെ മാർഗത്തിൽ, അത് യുദ്ധത്തിനായാലും ശരി, ജീവസന്ധാരണത്തിലായാലും ശരി, വിജ്ഞാനത്തിലായാലും ശരി, ആദർശ പ്രബോധനത്തിലായാലും ശരി, നാട്ടിന്റെ നന്മയുടെ പ്രവർത്തനത്തിനായാലും ശരി, ഏത് സൽക്കർമ്മം ചെയ്യാൻ വേണ്ടി ആരെങ്കിലും പോയി അവൻ കൊല്ലപ്പെടുകയോ മരിക്കുകയോ ആപത്ത് വരികയോ എന്ത് ചെയ്താലും അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വീഥിയിലാണ്. അതുകൊണ്ട് അവൻ നിന്നുള്ള അനുഗ്രഹം ഉണ്ടാകും, മഗ്ഫിറത്തുണ്ടാവും, റഹ്മത്തുണ്ടാവും, അല്ലാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാവും. ഇത് ചെറിയ യുദ്ധത്തിന് വേണ്ടി മാത്രം റിസർവ് വെക്കുന്നില്ല അല്ലാഹു സുബ്ഹാനഹു വ തആല. ജീവസന്ധാരണത്തിന് സത്യവിശ്വാസികൾ നടത്തുന്ന എല്ലാ കാര്യങ്ങൾക്കും പ്രവിശാലമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഖൈറും മിമ്മാ യജ്മഊൻ. നിങ്ങൾ ഇവിടെ ഐഹിക ജീവിതത്തിൽ വാരിക്കൂട്ടുന്ന മറ്റെന്തിനേക്കാളും ഏറ്റവും ഉത്തമമായ ഇതാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുക. വലഇൻ മുത്തും ഔ ഖുതിൽതും ലഇലല്ലാഹി തഹ്ശറൂൻ. നിങ്ങൾ മരിച്ചാലും ശരി, കൊല്ലപ്പെട്ടാലും ശരി, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്കാണ് മടക്കപ്പെടുന്നത്. അല്ലാഹയാണ് സന്തോഷം തരുന്നത്, അല്ലാഹയാണ് സന്താപം തരുന്നത്, അല്ലാഹയാണ് വിഭവങ്ങൾ തരുന്നത്, അല്ലാഹയാണ് സ്ഥാനമാനങ്ങൾ തരുന്നത്, അല്ലാഹയാണ് അനുഗ്രഹം വിതരണം ചെയ്യുന്നത്, അല്ലാഹയാണ് അത് കട്ട് ചെയ്യുന്നത്, അല്ലാഹയാണ് ദുഃഖം തരുന്നത്, അല്ലാഹയാണ് സ്വർഗം തരുന്നത്, അല്ലാഹയാണ് നരകം തരുന്നത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച സ്വർഗത്തിലേക്ക്, തൃപ്തിയിലേക്ക്, അതിലേക്ക് പാഞ്ഞു. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും വജന്നത്തിൻ കഅർളുഹാ അസ്സമാവാതു വൽ അർള്. അല്ലാഹുവിന്റെ അനുഗ്രഹത്തിലേക്ക്, പാപമോചനത്തിലേക്ക് സത്യവിശ്വാസി ജാഗരൂകമായി പാഞ്ഞുകൊണ്ടേയിരിക്കണമെന്നാണ്. സ്വർഗത്തിന്റെ, ആകാശഭൂമിയുടെ, പ്രപഞ്ചത്തിന്റെ പ്രവിശാലതയേക്കാൾ വലിയ വിശാലതയുള്ള സ്വർഗത്തിലേക്കുള്ള യാത്രയാണ് ഈ സത്യവിശ്വാസ ജീവിതം എന്ന് മനസ്സിലാക്കുന്നവന് ദുനിയാവിലെ പ്രശ്നങ്ങൾ നിസ്സാരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഭവപ്പെടുത്തി കൊടുക്കും.
നമ്മൾക്ക് അനുഭവപ്പെടുന്നതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എന്തെങ്കിലും ഫീൽ ചെയ്യണമെങ്കിൽ നമ്മുടെ ഹൃദയ മസ്തിഷ്കത്തിലുള്ള നെർവ്സിന്റെ ബ്ലഡിന്റെ കെമിസ്ട്രിയിലെ ചേഞ്ച് ഉണ്ടാവണം. എൻ്റെ ബ്ലഡിന്റെ കെമിസ്ട്രി ചേഞ്ച് എനിക്കും പറ്റൂല, നിങ്ങൾക്കും പറ്റൂല. അത് അല്ലാഹു തന്നെ നേരിട്ട് ഇത് ചെയ്യണം എന്നുള്ളതാണ്. ഭൗതികമായി പറഞ്ഞാൽ ബ്ലഡ് കെമിസ്ട്രിയിൽ വരുന്ന ചേഞ്ച് അനുസരിച്ചാണ് നമ്മുടെ തോട്ട്സിൽ, നമ്മുടെ ചിന്തയിൽ, നമ്മുടെ ആശയങ്ങളിൽ, നമ്മുടെ അഭിപ്രായങ്ങളിലൊക്കെ വ്യത്യാസം വരുന്നത്. അത് ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ കഴിയുള്ളൂ. ഏതെങ്കിലും ഭൗതിക ശാസ്ത്രജ്ഞന് എന്തെങ്കിലും കുത്തിവെച്ചിട്ട് അങ്ങനെ ആക്കാൻ പറ്റില്ല. കാരണം ഓരോന്നിന്റെയും അറ്റോമിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഏത് തരത്തിൽ ഫംഗ്ഷൻ ചെയ്യണമെന്ന് ഇതുവരെ ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടില്ല, ഫൈനലായിട്ട് കണ്ടുപിടിച്ചിട്ടില്ല. എന്തോ എനർജി കൺവേർട്ട് ചെയ്ത് മാറ്റർ ആവുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആ എനർജിയുടെ സ്വഭാവം എന്താണ്, എവിടെ നിന്നാണ് വരുന്നത്, എത്ര ഡെൻസിറ്റി ഉണ്ട്, എത്ര വെലോസിറ്റി ഉണ്ട് എന്നൊന്നും കൃത്യമായി പറയാൻ ആധുനിക ശാസ്ത്രത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് മനുഷ്യ മനസ്സിന്റെ പ്രവർത്തനങ്ങൾ അള്ളാഹുവിന്റെ കയ്യിൽ തന്നെയാണ്. അത് എപ്പോഴും എന്താണ് അടുത്ത നിമിഷം ചെയ്യുക, ചിന്തിക്കുക എന്നറിയാത്ത നിലയിൽ ദുരൂഹമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അഭയം പ്രാപിച്ചുകൊണ്ട് മാത്രമേ അവനെ നേരെ നിർത്താൻ പറ്റൂ. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. ഹൃദയങ്ങളെ മാറ്റിമറിച്ചു കൊണ്ടിരിക്കുന്ന തമ്പുരാനെ, എന്റെ ഹൃദയത്തെ നിന്റെ ദീനിലേക്ക് എപ്പോഴും നീ ഉറപ്പിച്ചു നിർത്തണേ എന്ന് പ്രാർത്ഥിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം എപ്പോഴും ഏത് നിലയ്ക്കും എന്തും സംഭവിക്കാൻ പോകുന്നതാണ്. അങ്ങനെ ജാഗരൂകമായി അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന സത്യവിശ്വാസികൾക്കാണ് യഥാർത്ഥത്തിലുള്ള ശാന്തിയും സമാധാനമുള്ളത്. ആ ശാന്തിയും സമാധാനമുള്ള സത്യവിശ്വാസികളുടെ കൂടെ പെടാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അതിന് കാരുണ്യവാനായ തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ യൻബഗി ലിജലാലി വജ്ഹിഹി വഅളീമി സുൽത്താൻ. سبحانك لا نسيتنا كما ثنيت نفسه لك الحمد حتى ترضى. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الأخوة الأحباب, أوصيكم وإياي ثانيا بتقوى الله. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ഉണർത്തുകയാണ് ചെയ്തത്. യുദ്ധരംഗത്തെ ആപൽസന്ധികളിൽ മാത്രമല്ല മനുഷ്യൻ പതറിപ്പോകുന്നത്, ജീവിതത്തിൻ്റെ ചെറുതും വലുതുമായ എല്ലാ മേഖലകളിലും പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ മനുഷ്യൻ പതറിപ്പോകാറുണ്ട്. ഏറ്റവും കഠോരമായ ഒരു ഉദാഹരണം എടുത്തു പറഞ്ഞാൽ മറ്റെല്ലാം അതിനകത്ത് ഉൾക്കൊള്ളുമല്ലോ. അതുകൊണ്ടാണ് വഹദിന്റെ 2ാം ഗണത്തിൽ നിന്നുള്ള ഈ എപ്പിസോഡ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിശക്തമായ നിരൂപണ വിധേയമാക്കിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമ്മളെ പഠിപ്പിച്ചത്. എല്ലാ സംഗതിയും അവിടെ എടുത്തു പറഞ്ഞു. യുദ്ധത്തിൽ മാത്രമല്ല, ദറബു ഫിൽ അർള്, ഭൂമിയിൽ അടിക്കുക എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ സഞ്ചരിക്കുക, ഭൂമിയിൽ വ്യാപരിക്കുക. ഹലാലായ ഏത് കാര്യത്തിനും ഭൂമിയിൽ വ്യാപരിക്കുമ്പോൾ മനുഷ്യന് പ്രയാസങ്ങളുണ്ടാവും, പ്രതിസന്ധികളുണ്ടാവും, ബുദ്ധിമുട്ടുകളുണ്ടാവും. ആ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ അവൻ വിചാരിക്കേണ്ട അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൈവിട്ടുവെന്ന്. ഏറ്റവും അങ്ങേയറ്റത്തെ കുറ്റവാളി പോലും അങ്ങനെ വിചാരിക്കേണ്ട എന്ന് അവസാനിച്ചു പോകാത്ത പ്രതീക്ഷയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിക്കൊണ്ടിരിക്കുന്നത്. ആകാശം മുതൽ ഭൂമി വരെ തെറ്റി, അങ്ങനെ ആർക്കും തെറ്റ് ചെയ്യാൻ പറ്റില്ല, അത്ര തെറ്റൊന്നും ചെയ്യാൻ പറ്റില്ല. ആകാശം മുതൽ ഭൂമി വരെ തെറ്റ്, പ്രപഞ്ചമാസകലം നിറഞ്ഞു നിൽക്കുന്ന തെറ്റ് ചെയ്താലും അള്ളാഹുവിനോട് ഖേദിച്ചു മടങ്ങിയാൽ, റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്നതിന് മുമ്പ് ആത്മാർത്ഥമായി ഖേദിച്ചു മടങ്ങിയാൽ അവൻ പുറത്തു കൊടുക്കും എന്നുള്ള സുബ്ഹാനഹു വ തആല പറഞ്ഞു. അപ്പൊ നമ്മൾ മരിക്കാൻ കുറേ കാലമുണ്ട്, അതുകൊണ്ട് പിന്നീട് ഖേദിച്ചു മടങ്ങാമെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ അവന്റെ കാര്യം പോകാം. കാരണം അവൻ എപ്പോഴും മരിക്കണമെന്ന് അറിയാൻ പറ്റൂലല്ലോ. അപ്പൊ അതുകൊണ്ട് ആദ്യത്തെ ചാൻസിൽ തന്നെ എല്ലാ തെറ്റുകൾക്കും ഖേദിച്ചു മടങ്ങുക. പള്ളിയിൽ വന്ന് നിസ്കരിച്ചു, ഒരു സൗഭാഗ്യമാണ്. അപ്പൊ ഇവിടെ നിസ്കാരം കഴിഞ്ഞ് പടച്ച തമ്പുരാനെ ഇതുവരെ ചെയ്ത തെറ്റുകളെല്ലാം നീ പുറത്തു മാപ്പാക്കി തരണം, ഇനി തെറ്റുകളിൽ പോകാതിരിക്കാൻ ആഗ്രഹിക്കുന്ന അവിടെ ഉറപ്പിച്ചു നിർത്തണേ തമ്പുരാനെ എന്ന് പറയാൻ കിട്ടുന്ന ഏറ്റവും ഒടുവിലത്തെ ചാൻസാണ് ഇതെന്ന ധാരണ. ചാൻസ് ഇനിയും കിട്ടും, അത് വേറെ വിഷയം. എല്ലാവരും കൂടെ ഇപ്പോൾ ഇവിടെ മരിച്ചൊന്നും പോകില്ല. പക്ഷേ നമുക്ക് ഓരോരുത്തർക്കും ഇത് ഒടുവിലത്തെ ചാൻസാണ് എന്നുള്ള ധാരണയിൽ അള്ളാഹുവിനെ സമീപിച്ചുള്ളതാണ്. ഓരോ നമസ്കാരം നമസ്കരിക്കുമ്പോഴും, ഓരോ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോഴും ഈ ദുന്യാവിലെ എൻ്റെ ഒടുവിലത്തതാണിത്, ഇനി ഞാൻ എൻ്റെ രക്ഷിതാവിനെ കാണാൻ പോവാണ്,
അപ്പൊ സന്തോഷത്തിൽ സംതൃപ്തിയിൽ രക്ഷിതാവിനെ കാണുമ്പോൾ നല്ല ബന്ധം നന്നാക്കി പോകാനുള്ള ഏറ്റവും ഒടുവിലത്തെ ചാൻസാണ് ഈ കിട്ടിയിരിക്കുന്നത് എന്ന ഒരു ഹൃദയവികാരത്തോടുകൂടി, ഒരു ആത്മീയാനുഭൂതിയോടുകൂടി നമ്മൾ അള്ളാഹുവിനോട് അടുത്താൽ നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും അള്ളാഹു സുബ്ഹാനഹു വ തആല ലഘൂകരിച്ചു തരും. അത് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തത്. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും അള്ളാഹുവിന്റെ റസൂൽ അവരോട് ചൂടാവുകയോ ദേഷ്യപ്പെടുകയൊന്നും ചെയ്തിട്ടില്ല. അത് തന്നെ ഫബിമാ റഹ്മത്തും മിനല്ലാഹി ലിന്ത ലഹും വലൗ കുന്ത ഫല്ലൻ ഗലീദൽ ഖൽബി ഇൻഫല്ലൂ മിൻ ഹൗലിക. നീ ഒരു പരുഷഹൃദയനായിരുന്നെങ്കിൽ ആളുകൾ നിന്റെ ചുറ്റിൽ നിന്നും പൊയ്ക്കളയുമായിരുന്നു. നേതൃത്വത്തിന്, ഇസ്ലാമിക നേതൃത്വത്തിന് ഒരു മാർഗദർശനം കൂടി നൽകുകയാണ്. അതായത് അനുയായികളിൽ നിന്ന് തെറ്റും മിസ്റ്റേക്കും കുഴപ്പവും ഉണ്ടാവും. അപ്പോ അവരോട് പരുഷഹൃദയത്തോടെ പെരുമാറരുത്. നീ അങ്ങനെ പെരുമാറാതിരുന്നത് നിന്റെ രക്ഷിതാവിൽ നിന്ന് നിനക്ക് ലഭ്യമായ അനുഗ്രഹം കൊണ്ടാണ്. ഇസ്ലാമിക നേതൃത്വം, മുസ്ലിം നേതൃത്വം എന്നും എപ്പോഴും വളരെ ദയാവായ്പുള്ളവരായി പെരുമാറണം എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ സ്വഭാവം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. നമുക്ക് അങ്ങനെ ഒരു പരുഷ സ്വഭാവം ഉണ്ടാവാതെ നമ്മുടെ സബോർഡിനേറ്റ്സിനോട് അല്ലെങ്കിൽ അനുയായികളോട് ഏറ്റവും മാന്യവും ഉത്തമമായ രീതിയിൽ പെരുമാറാനുള്ള സ്വഭാവ സവിശേഷത ഉണ്ടാക്കി തരണേ റബ്ബേ എന്ന് നിരന്തരമായി ഓരോ ചെറുതും വലുതുമായ നേതാവുമാർ എങ്ങനെ അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ മാത്രമേ അത് ലഭ്യമാവുകയുള്ളൂ. അവരുടെ അള്ളാഹുവിന്റെ റസൂലിനോട് പറയാം, നിന്റെ പുണ്യം കൊണ്ടൊന്നുമല്ല, അള്ള തന്ന അനുഗ്രഹം കൊണ്ടാണ് പ്രവാചക നീ അവരോട് വളരെ കരുണയോടെ പെരുമാറുന്നത്. നീ ഒരു കരുണയില്ലാത്ത കഠിന ഹൃദയൻ പരുഷ സ്വഭാവിയും ആയിരുന്നു. വല്ലഹു കുന്ത ഫല്ലൻ ഗലീദൽ ഖൽബി ഇൻഫല്ലൂ മിൻ ഹൗലിക. നീ ഒരു കഠിന സ്വഭാവിയായിരുന്നെങ്കിൽ, ഒരു പരുഷ ഹൃദയനായിരുന്നെങ്കിൽ ആളുകൾ നിന്റെ ചുറ്റിൽ നിന്നും പൊയ്ക്കളയുമായിരുന്നു. എല്ലാവർക്കും നന്മ, എല്ലാവർക്കും സ്നേഹം, എല്ലാവർക്കും ആശ്വാസം, എല്ലാവർക്കും സ്വർഗം, എല്ലാവർക്കും ഹിദായത്ത്. ഇതൊരു ഹൃദയത്തിൽ നിന്നുണ്ടാകുമ്പോൾ ആ ഹൃദയം ആകാശത്തിന്റെ അപ്പുറം അങ്ങ് അർശിന്റെ താഴ്ഭാഗത്ത് അധിവസിക്കുന്ന മാലാഖമാരോടൊപ്പം അള്ളാഹുവിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഹൃദയമായി മാറും. ആ ഒരു ഹൃദയമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായത്. ഭൂമിയിൽ നടക്കുന്ന എല്ലാ മനുഷ്യർക്കും മാതൃകയായി ആ ഹൃദയത്തെ പോലെ ആയിത്തീരാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതായത് എന്നിട്ടും അവരോട് പറയാ, വഅഫു അൻഹും വസ്തഗ്ഫിർ ലഹും വശാവിർഹും ഫിൽ അംർ വഇദാ അസംത ഫതവക്കൽ അലല്ലാഹ്. ഇനിയും നീ കൂടിയാലോചിച്ചായി കുലുമാലൊക്കെ ഉണ്ടായത്. നീ തോറ്റിട്ടും പറയാ, ഇനി നീ അവരോട് കൂടിയാലോചിക്കണം, എന്നിട്ട് അവർക്ക് നീ പുറത്തു കൊടുക്കണം, അവർക്ക് പാപമോചനം നേടണം. അപ്പോൾ അനുയായികളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വന്നാൽ ഇനി അവനോട് ഞാൻ ആലോചിക്കൂല എന്ന് പറയലല്ല ഒരു നേതാവ് ചെയ്യേണ്ടത്. പിന്നെയും അവരുമായി ആലോചിക്കണം, അവരോട് കൂടിയിരിക്കണം, അവരുടെ അഭിപ്രായങ്ങൾ എടുക്കണം. അഭിപ്രായങ്ങളൊക്കെ അപ്പടി സ്വീകരിച്ചോളണമെന്ന് നിർബന്ധമില്ല. പക്ഷെ എല്ലാവരുടെയും അഭിപ്രായം എടുക്കുമ്പോൾ അവരുടെ സ്ഥാനവും മാന്യതയും ഒക്കെ അംഗീകരിക്കുന്ന ഒരു ബഹുമാന്യത ഉണ്ടാവും. അവനും സമൂഹത്തിൽ നിലയും വിലയുള്ളവനാണ് എന്ന് അവനും തോന്നുന്ന തരത്തിലുള്ള ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടാണ് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെ പ്രവാചകൻ വഴി നമ്മളെ പഠിപ്പിക്കുന്നത്. വഇദാ അസംത ഫതവക്കൽ അലല്ലാഹ്. നിങ്ങൾ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഏൽപ്പിച്ചുകൊള്ളുക. അതായത് അല്ലാഹു സുബ്ഹാനഹു യുഹിബ്ബുൽ മുതവക്കിലീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ തവക്കൽ ചെയ്യുന്ന ആളുകളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള. ഇന്നൻസറകുമുല്ലാഹു ഫലാ ഗാലിബ ലക്കും. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ സഹായിച്ചാൽ പിന്നെ നിങ്ങളെ തോൽപ്പിക്കാൻ ആരുമില്ല. ഇൻഖദലുഹു, അവൻ നിങ്ങളെ കൈവിട്ടാലോ പിന്നെ ആരും നിങ്ങളെ വന്നല്ലദീ യൻസറുകും മിൻ ബഅദിഹി വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. പിന്നെ ആരും അവൻ നിങ്ങളെ സഹായിക്കില്ല. അല്ലാഹുവിന്റെ സഹായമാണ് ആദ്യമായും അന്ത്യമായും നിങ്ങളെ തേടിയെത്താനുള്ളത് എന്ന ബോധത്തോടെ ഓരോ നിമിഷവും ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്മരണയിൽ അങ്ങനെ ആമഗ്നമായി ജീവിക്കുക സത്യവിശ്വാസികളെ. എന്നിട്ട് അള്ളാഹുവിനോട് തവക്കൽ ചെയ്തുകൊണ്ട് ജീവിക്കുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത്. അങ്ങനെയുള്ള തവക്കൽ ചെയ്ത് അള്ളാഹുവിലേക്ക് ഇങ്ങനെ നിരന്തരമായി മനസ്സടിപ്പിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും ആക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹു മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ അർളന അബൂബക്കർ വഉമർ വഉസ്മാൻ വഅലിയം ബഖിയത്തി അസ്ഹാബി റസൂലില്ലാഹി അജ്മഈൻ. കാരുണ്യവാനായ തമ്പുരാനെ, ഞങ്ങളുടെ എല്ലാ വൻപാപങ്ങളും ജലപാപങ്ങളും നീ പുറത്തു മാപ്പാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളുടെ മാതാപിതാക്കന്മാർക്കും ഉസ്താദന്മാർക്കും ബന്ധുമിത്രാദികൾക്കും സഹോദരങ്ങൾക്കും ഭാര്യ സന്താനങ്ങൾക്കും സുഹൃത്തുക്കൾക്കും നാട്ടാർക്കും മുഴുവൻ സത്യവിശ്വാസികൾക്കും മുൻകാല സത്യവിശ്വാസികൾക്കും നീ പുറത്തു മാപ്പാക്കി തരണേ തമ്പുരാനെ. റഹ്മാനായ തമ്പുരാനെ, ഞങ്ങളിൽ നിന്ന് മുന്നേ നിന്നിലെത്തിച്ചേർന്ന ആളുകളുടെ ബർസഖിയ ജീവിതം പ്രകാശപൂരിതമാക്കി കൊടുക്കണേ തമ്പുരാനെ. അവരുടെ കബറിടങ്ങളിൽ ആശ്വാസം നൽകണേ തമ്പുരാനെ. അവരുടെ തെറ്റുകളെല്ലാം പുറത്തു മാപ്പാക്കി കൊടുക്കണേ തമ്പുരാനെ. അവരെയും ഞങ്ങളെ
നിന്റെ സ്വർഗ സോപാനത്തിലെത്തിക്കണേ തമ്പുരാനെ. നാഥ, ഞങ്ങളിൽ രോഗികളായി കിടക്കുന്ന ഒരുപാട് ആളുകൾ ദുആ എത്തിച്ചിട്ടുണ്ട്. അവരുടെ രോഗങ്ങളെല്ലാം നീ ശിഫയാക്കി കൊടുക്കണേ തമ്പുരാനെ. അവരുടെ വേണ്ടപ്പെട്ട ആളുകൾക്ക് നീ ആശ്വാസവും സമാധാനവും കൊടുക്കണേ തമ്പുരാനെ. അവരുടെ കുറവുകളെല്ലാം നികത്തി കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ നീ പരിഹരിച്ചു തരണേ തമ്പുരാനെ. ഈ സമുദായത്തിന്റെ അന്തസ്സും അഭിമാനവും നിലനിർത്തുന്നതിൽ പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. റഹ്മാനായ തമ്പുരാനെ, സമുദായത്തിന്റെ നേരെ അപവാദങ്ങളും അനാവശ്യങ്ങളും പ്രചരിപ്പിക്കുന്ന ആളുകളെ എതിർത്ത് തോൽപ്പിച്ച് വിജയിക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അവർക്കെതിരെ പടച്ചതമ്പുരാനെ നീ തെളിവുകൾ നൽകല്ലേ തമ്പുരാനെ. അവർക്ക് നീ ഒരിക്കലും ഞങ്ങളുടെ മേലിൽ അധികാരം നൽകല്ലേ തമ്പുരാനെ. റഹ്മാനായ തമ്പുരാനെ, ഞങ്ങളുടെ അഭിമാനം നീ സംരക്ഷിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ അന്തസ്സ് നീ സംരക്ഷിക്കണേ തമ്പുരാനെ. കാരുണ്യവാനായ തമ്പുരാനെ, ഞങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം തരണേ തമ്പുരാനെ. ഞങ്ങളുടെ സന്താനങ്ങളിലും സമ്പത്തുകളിലും നന്മ വർദ്ധിപ്പിച്ചു തരണേ തമ്പുരാനെ. നല്ല ബുദ്ധിശക്തിയും കഴിവും തരണേ തമ്പുരാനെ. നല്ല ആരോഗ്യം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. നീ നൽകുന്ന എല്ലാ വിഭവങ്ങളും ആരോഗ്യവും നിന്റെ മാർഗത്തിൽ ചെലവഴിക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ഖുർആൻ യഥാവിധി മനസ്സിലാക്കി സത്യവിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ച് മറ്റുള്ളവർക്ക് മാതൃകയാകാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഈ സന്ദേശം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. അങ്ങനെ ശാന്തമായി ജീവിച്ച് ശാന്തമായി മരിച്ച് നിന്നെടുക്കൽ എത്തുവാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. മരണത്തിന്റെ വേദന ഞങ്ങൾക്ക് നീ ലഘൂകരിച്ചു തരണേ തമ്പുരാനെ. റഹ്മാനായ തമ്പുരാനെ, മരണത്തിന്റെ സക്രാത്തുൽ മൗത്തിന്റെ വേദന ഞങ്ങൾക്ക് നീ എളുപ്പമാക്കി തരണേ തമ്പുരാനെ. ഞങ്ങൾക്ക് ലഘൂകരിച്ചു തരണേ തമ്പുരാനെ. ഞങ്ങളുടെ കബറിടങ്ങളെ പ്രകാശപൂരിതങ്ങളാക്കി തരണേ തമ്പുരാനെ. മഹ്ശറിൽ ഞങ്ങളെ സഹായിക്കണേ നാഥ. റഹ്മാനായ തമ്പുരാനെ, നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ മോചിപ്പിക്കണേ. സ്വർഗം നൽകി അനുഗ്രഹിക്കണേ. നിന്റെ ഫിർദൗസിൽ നിന്റെ ലിഖാ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹു, എപ്പോഴും നിന്റെ സ്മരണയിൽ ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് നയിക്കണേ തമ്പുരാനെ. അല്ലാഹു, റാളിയത്തായി നിന്നെ കണ്ടുമുട്ടാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم انصر أعمال المجاهدين في كل أماكن الأرض يا أرحم الراحمين. ربنا تقبل منا دعاءنا وتب علينا إنك أنت التواب الرحيم. وآخر دعوانا أن الحمد لله رب العالمين.